ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പുതിയൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പാർട്ട് 2-ലെ ലാസ്റ്റ് സെക്ഷൻ എഫ്, പ്രൊഫഷണൽ എത്തിക്സ്. വളരെ ചെറിയൊരു സെക്ഷനാണ് ആൻഡ് കംപ്ലീറ്റ്ലി ഒരു തിയറി ഓറിയൻറ്റഡ് സെക്ഷനാണ്. നമുക്കിവിടെ കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, കംപ്ലീറ്റ്ലി ഒരു തിയറി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു തോട്ടാണ്, ഓക്കെ കംപ്ലീറ്റ്ലി തിയറി ആണല്ലോ, അതുപോലെ തന്നെ ഒരു ചെറിയ സെക്ഷനുമാണ്, അപ്പോൾ വെറുതെ ഒന്ന് ടെക്സ്റ്റ് വായിച്ചു വിടുക. ഒന്ന് ഓടിച്ച് ടെക്സ്റ്റ് വായിച്ച് വിട്ടിട്ട് എക്സാമിന് പോകേണ്ട കാര്യമേ ഉള്ളൂ, അത്രയും ഇമ്പോർട്ടൻസേ ഉള്ളൂ എന്ന്. പക്ഷേ ഇതൊരു ചെറിയ സെക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തവണയെങ്കിലും എക്സാം ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ, എങ്ങനെയാണ് എക്സാമിന് ഇത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം അത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ അത്ര എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കത്തില്ല. കാരണം കുറച്ച് വലിയ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും, കുറച്ച് ട്വിസ്റ്റഡൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നതല്ല, അതായത് ഈ ഒരു സെക്ഷന് അത് ഡിസേർവ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളൊരു അവയർനെസ് തന്നതാണ്. ഓക്കെ, അങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പോകുന്ന സമയത്ത് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. അപ്പോൾ അങ്ങനെ പഠിക്കുവാണെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണിത് പഠിക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് നന്നായിട്ട് കാണുക, നല്ല വൃത്തിക്ക് ക്ലാസ് കാണുക. അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. തിയറി സെക്ഷൻസിൻ്റെ കാര്യത്തിൽ ടെക്സ്റ്റ് വായിച്ചിരിക്കുക എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് കണ്ട് ടെക്സ്റ്റ് വായിച്ച് അതിൽ നിന്ന് കീവേഡ്സ് പിക്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ എഫ് നമുക്ക് അത്ര വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഒരു ഏരിയയിൽ ഒരു ടോപ്പിക്ക് പോലും കോൺസെപ്റ്റ് ഇല്ലാണ്ട് നിങ്ങളവിടെ ബ്ലോക്ക് ആകാൻ വേണ്ടി പാടില്ല, അവിടെ സ്റ്റക്ക് ആകാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിലേക്കുള്ള ഇൻപുട്സാണ് ഈ ക്ലാസ്. ക്ലാസ് കൃത്യമായിട്ട് കാണുക, ടെക്സ്റ്റ് വായിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ഫോർമാറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ എഫ് നമുക്ക് സിംപ്ലി ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്തിക്സ് സെക്ഷൻ എഫ് എന്നൊക്കെ ഒരുപാട് നേരിട്ട് പറയുന്നുണ്ട്. എന്താണ് എത്തിക്സ്? ഒരു 1 ലൈനിൽ എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയും നമ്മൾ? ഇത്രയേ ഉള്ളൂ. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അതിൽ നല്ല കാര്യങ്ങൾ ഏതാണ്, മോശം കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ നല്ല കാര്യങ്ങളെ സെലക്ട് ചെയ്തിട്ട് മോശം കാര്യങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് ഈ നല്ല കാര്യങ്ങൾ ഡിസിഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇതാണ് എത്തിക്സ്. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 1 ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ ഏതാണ്, മോശം കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇതിൽ ഈ നല്ല കാര്യങ്ങൾ പിക്ക് ചെയ്യുക, അത് നമ്മുടെ ഡിസിഷനിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ എത്തിക്സ് എന്ന് പറയാനായിട്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഡെഫിനിഷൻ തന്നിട്ടുണ്ട് എത്തിക്സിൻ്റെ. എന്തൊക്കെയാണ്? എത്തിക്സ് ഡീൽസ് വിത്ത് ഹ്യൂമൻ കണ്ടക്ട് ഇൻ റിലേഷൻ ടു വാട്ട് ഈസ് മേർലി ഗുഡ് ഓർ ബാഡ് ഓർ റൈറ്റ് ഓർ റോങ്. അല്ലേ, ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ. അടുത്തത്, എത്തിക്സ് ഇസ് എ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ്, വാല്യൂസ്, നോംസ്. എത്തിക്സ് എന്ന് പറയുന്നത് കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്, കുറച്ച് വാല്യൂസ് ആണ്, ആൻഡ് കുറച്ച് നോംസ് ആണ്. അല്ലേ, ഈ വാല്യൂസിൻ്റെയും പ്രിൻസിപ്പിൾസിൻ്റെയും നോംസിൻ്റെ ഒക്കെ ഒരു സെറ്റാണ് എന്ത് എത്തിക്സ്. എന്താണ് പ്രിൻസിപ്പിൾ എന്നും എന്താണ് വാല്യൂ എന്നും അല്ലെങ്കിൽ എന്താണ് നോം എന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പഠിക്കും. ഓക്കെ, അടുത്തത്, എത്തിക്സ് ഇസ് ഓൾസോ ദ ആപ്ലിക്കേഷൻ ഓഫ് വാല്യൂസ് ടു ദ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സമയത്ത്, അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കുറച്ച് വാല്യൂസും കൂടിയാണ് എന്ത് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. വരും ക്ലാസ്സുകളിലായിരിക്കും എങ്ങനെയാണ് ഈ വാല്യൂസ് നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ. ദെൻ ഈ ഒരു സെക്ഷനെ, നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നൊരു സെക്ഷനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ബിസിനസ് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ഓർഗനൈസേഷണൽ എത്തിക്സ്. പിന്നെ ചെറിയൊരു ഏരിയയും കൂടിയുണ്ട് ഡാറ്റ എത്തിക്സ് എന്ന് പറയുന്നത്. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് വേറെ തന്നെ ഒരു ഏരിയയാണ്, നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ബിസിനസ് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ഓർഗനൈസേഷണൽ എത്തിക്സ്. എന്തായിരിക്കും ബിസിനസ് എത്തിക്സ്? നമ്മളൊരു ബിസിനസ്സായിട്ട് നിലകൊള്ളുമ്പോഴേക്കും നമ്മൾ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ നടത്തുകയാണ്, അല്ലേ. ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ ലൈക്ക് സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് തള്ളുകയാണ്. അതായത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വാളിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ടാവും, ഇത് ആനയാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അഡ്വർടൈസിങ്ങിലൂടെ തള്ളുകയാണ് ഒരു സെലിബ്രിറ്റീനെയൊക്കെ കൊണ്ടുവന്നിട്ട്. പക്ഷെ ഒരു കസ്റ്റമർ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഒന്നും ആൾക്ക് ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ആൾക്ക് ലൈക്ക് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇത് എത്തിക്കലി കറക്റ്റ് ആണോ? അതായത് നമ്മുടെ പ്രോഡക്റ്റിന് ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ട് അത് പർച്ചേസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതൊരു എത്തിക്കലി കറക്റ്റ് അല്ല.
അപ്പോൾ നമ്മുടെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ബിസിനസ്സായിട്ട് നിലകൊള്ളുമ്പോഴേക്കും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊരു ബിസിനസ് എത്തിക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ അടുത്തത് പ്രൊഫഷണൽ എത്തിക്സ്. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന പ്രൊഫഷനാണ് എന്ത്? ഡോക്ടർ അല്ലേ? ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിനെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് ആളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അതിന് വേണ്ട മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് ആളുടെ എത്തിക്സ്. അതല്ലാതെ ആളുടെ അടുത്ത് വരുന്ന പേഷ്യൻറ്റിനെ എന്താ പറയുക, ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിൽ പരിശോധിച്ച് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തു വിടുന്നത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഫഷണൽ എത്തിക്സ് ആണോ? അല്ല. അപ്പോൾ അത് വെച്ച് നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്താണ് ഒരു പ്രൊഫഷണൽ എത്തിക്സ് എന്നല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താണ് പ്രൊഫഷണൽ എത്തിക്സ്? CMAs അല്ലേ, നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ CMA ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാനേജേഴ്സിന് അഡ്വൈസ് കൊടുക്കുമ്പോഴേക്കും അതിൽ എത്തിക്കായിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വേണം അഡ്വൈസ് കൊടുക്കാനായിട്ട്. അതല്ല നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ എത്തിക്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണം. അതാണ് ഒരു CMA പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട എത്തിക്സ് അല്ലേ. അപ്പോൾ ബിസിനസ് എത്തിക്സും പഠിച്ചു, പ്രൊഫഷണൽ എത്തിക്സും പഠിച്ചു ഇൻ ദ സെൻസ് ആ ഒരു കോർ ഐഡിയ അല്ലേ, ആ ഒരു ബേസ് ഐഡിയ മനസ്സിലായി. ദെൻ ഓർഗനൈസേഷണൽ എത്തിക്സ്, ലാസ്റ്റ് ഓർഗനൈസേഷണൽ എത്തിക്സ്, നമ്മുടെ മൂന്നാമത്തെ പാർട്ട്. എന്താണ് ഓർഗനൈസേഷൻ എത്തിക്സ്? ഒരു ഓർഗനൈസേഷന് ഇൻറ്റേർണലി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, അതായത് ഒരു എംപ്ലോയിക്ക് മാനേജറിനോട് എത്തിക്സ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് എംപ്ലോയീസിനോട് എത്തിക്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു കമ്പനിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ എത്തിക്സ് അപ്ലൈ ആയിരിക്കണം അല്ലേ, അത് അപ്ലിക്കബിൾ ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 3 എത്തിക്സ്. എന്തൊക്കെയായിരുന്നു? ബിസിനസ് എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ്, ഓർഗനൈസേഷണൽ എത്തിക്സ്. ഇത് നമ്മൾ അടുത്ത 3 ദിവസങ്ങളായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ബിസിനസ് എത്തിക്സ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാം. ഈ ക്ലാസ് നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരിക, എന്താണെന്ന് എത്തിക്സ് എന്ന് മനസ്സിലാക്കുക, ഈ ഒരു സെക്ഷനെ എങ്ങനെയാണ് കൺസീവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ബിസിനസ് എത്തിക്സ് ആണ്. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.